എക്സാം ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയും അമ്പലത്തിൽ പോക്കൊക്കെ ഒരു ശീലമാവുമല്ലേ. അപ്പോൾ എനിക്കിത് എക്സാമാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് പേന പൂജിക്കുന്നുണ്ട്. കാരണം ഞാൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പം നമ്മൾ പകുതി ചെയ്താൽ പകുതി ദൈവം ചെയ്യുന്നതാണല്ലോ. സോ പേനൊക്കെ നമ്മൾ പൂജിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ശീലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്നെ പോലെ സൈക്കോസ് വേറെ ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ്. പിന്നെ വീട്ടിലൊക്കെ എത്തിയത് ഇഡലിയൊക്കെ കഴിച്ചത് തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. 10 ദിവസത്തെ നീണ്ടൊരു വെക്കേഷൻ തന്നെയായിരുന്നു എന്ന് പറയാം. ശരിക്കും സ്റ്റഡി ലീവ് ആയിരുന്നു, പക്ഷേ എനിക്കതൊരു വെക്കേഷൻ പോലെയായിരുന്നു. കാരണം നമ്മൾ എക്സാമിന് തലേദിവസം മാത്രമേ ബുക്ക് എടുക്കുള്ളൂ. അതുവരെയൊക്കെ നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെന്തിന് നടക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോവാണ്. എൻ്റെ എക്സാം ദിവസമായി. അപ്പോൾ പെട്ടെന്ന് പഠിച്ചൊന്നും ഓർമ്മ നിൽക്കണില്ല. എന്തൊക്കെ അങ്ങോട്ട് ജഗപൊക പോലെ ആയിരുന്ന ഒരു ഇതിൽ ഞാൻ ടെൻഷനിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ മിക്ക ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നല്ലേ. എക്സാം ഹോളിൽ വെച്ച് ഓർമ്മയുണ്ടാവും, പക്ഷേ എക്സാം ഹോൾ എത്തണ വരെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ പോണ വഴിയിലൊക്കെ ഇതുപോലെ തന്നെ എന്നെപ്പോലെ ഇങ്ങനെ വായിച്ച് പോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് വായിച്ചൊക്കെ പോവാണ്. അങ്ങനെ കോളേജിൽ എത്തി. അപ്പോൾ എക്സാം ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.